എസ് ശ്രീജിത്തിന്റെ DGP സ്ഥാനക്കയറ്റത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന് കോടതി ചോദിച്ചു. സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും ഹൈക്കോടതിയുടെ വിമർശനം. സലീം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സലീം മുഹമ്മദ്, ഈ സീനിയോറിറ്റി ഒക്കെ മറികടന്ന് അജിത് കുമാറിന് പകരം എസ് ശ്രീജിത്തിനെ നിയമിക്കാനുള്ള നീക്കം, അത് ഇങ്ങനെയൊരു ഘട്ടത്തിൽ കോടതിയുടെ വിമർശനം കൂടി വരികയാണ്. എന്തൊക്കെയാണ് കോടതി എടുത്തു കാട്ടുന്നത്? അതായത് ADGP ആയിരുന്ന എസ് ശ്രീജിത്തിനെ DGP ആക്കി സ്ഥാനക്കയറ്റം നൽകാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ ഹൈക്കോടതിയുടെ മുൻവശമുണ്ട്. അതിൽ ഒരു പ്രധാന കേസ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ പ്രതിപ്പട്ടികയിലുള്ള ഒരു പഴയ കേസുണ്ട്. ആ കേസ് നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനക്കയറ്റം നൽകിയത് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അതായത് ഏതാനും രണ്ട് ബോഡി ബിൽഡർമാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് SIമാരായി സ്ഥാനക്കയറ്റം നൽകി എന്നൊരു കേസ് മുമ്പുണ്ട്. അതിൽ ഒരു പ്രതിപ്പട്ടികയിൽ കുറ്റാരോപണം നേരിടുന്നയാളാണ് എസ് ശ്രീജിത്ത്. അപ്പോൾ അങ്ങനെ ആരോപണം നേരിടുന്ന ഒരാൾക്ക്, അയാൾ ADGP ആയിരിക്കെ അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകുമ്പോൾ സർക്കാർ നടത്തേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജിലൻസിൻ്റെ അടക്കം റിപ്പോർട്ടാണ്. ആ വിജിലൻസിൻ്റെ അടക്കം റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ നടന്നത്? കോടതിയിൽ ഇങ്ങനെ ഒരു കേസുള്ള വിവരം സർക്കാരിനോ അധികൃതർക്കോ അറിയില്ലേ? അങ്ങനെ കേസുള്ള ഒരാളെ എങ്ങനെയാണ് കേസ് തീർപ്പാകാതെ സ്ഥാനക്കയറ്റം നൽകാൻ കഴിയുക? തുടങ്ങിയ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലാണ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി ഏതായാലും സർക്കാരിനെ കുടഞ്ഞു, വലിയ തോതിൽ വിമർശിച്ചു. സർക്കാരിൻ്റെ നടപടി നിയമപരമല്ല, അതിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന അതിനിശ്ചിതമായ വിമർശനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്.